VC നിയമനത്തിലെ സുപ്രീം കോടതി വിധിക്കെതിരെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ VC നിയമിക്കാൻ അധികാരം ചാൻസലർക്കാണ് എന്നും കോടതി ഇക്കാര്യം പരിഗണിക്കുന്നില്ല എന്നും ഗവർണർ പറഞ്ഞു. UGC ചട്ടവും കണ്ണൂർ VC കേസിലെ കോടതി വിധിയും ഇത് വ്യക്തമാക്കുന്നുണ്ട്. സെർച്ച് കമ്മിറ്റിയെ വെച്ച് കോടതി VC തീരുമാനിക്കുന്നത് ശരിയല്ല എന്നും ഗവർണർ. It honors that the chancellor has his own right to select the vice chancellors. But after some time, the very same provisions are being ignored by the judges, by the Supreme Court. Very same provisions. And the court appoints a search committee for what? Search committee is to be appointed by the chancellor. And in Kannur judgment, they accepted this. But later on, the judges say, no, search committee will be appointed by us. You have to follow now this. So where are even if the act in our Kerala, University Act says that it is to be appointed and done by the chancellor, court says, no, we will do it. വിജിനുണ്ട് വിവരങ്ങൾ നൽകാനായി. വിജിൻ, ഈ VC നിയമനത്തിലെ സുപ്രധാനമായ വിധിയിലാണ് ഒരു വിമർശനവുമായി ഗവർണർ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് കോടതി VCയെ തീരുമാനിക്കുന്നത് ശരിയല്ല, അത് UGC ചട്ടങ്ങളിൽ വ്യക്തമാണ് എന്ന പരാമർശമടക്കമാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് ഇത്, എവിടെ വെച്ചാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്? മറ്റു വിശദാംശങ്ങൾ. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനം നിയമപോരാട്ടത്തിലേക്കും ഒപ്പം തന്നെ സർക്കാരും ഗവർണറും തമ്മിൽ അക്കാര്യത്തിൽ ഒരു സമവായത്തിലേക്ക് എത്താൻ കഴിയാതിരിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് സ്വന്തമായി ഒരു സെർച്ച് കമ്മിറ്റി നിയോഗിച്ച് UGC ഗവർണറുടെയും ഒപ്പം തന്നെ സർക്കാരിന്റെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി VC നിയമന നടപടികൾ സ്വീകരിച്ചത് കോടതി. അതിനുശേഷം സമവായത്തിലേക്ക് എത്താനോ ഗവർണർ മുഖ്യമന്ത്രി നൽകിയ പട്ടിക അംഗീകരിക്കാനോ തയ്യാറായിരുന്നില്ല. വീണ്ടും നിയമപോരാട്ടത്തിലേക്ക് വന്ന ഘട്ടത്തിലാണ് സുപ്രീം കോടതി തങ്ങൾ തന്നെ നേരിട്ട് നിയമനം നടത്താമെന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ജസ്റ്റിസ് ദുലിയയോട് ഓരോ പേരിലേക്ക് നിർദ്ദേശിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ഗവർണർ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. UGCയുടെയും ഒപ്പം തന്നെ കണ്ണൂർ സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ തന്നെ വിധിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുകയും ചാൻസലർക്കാണ് അതിൽ അധികാരമെന്ന് വ്യക്തമാവുകയും ചെയ്ത സാഹചര്യമുണ്ട്. അതൊക്കെ മറികടന്നാണ് സുപ്രീം കോടതി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഗവർണർ വിമർശനമായി ഉന്നയിക്കുന്നത്. ഇത് ശരിയായ ജനാധിപത്യ നടപടിയല്ല. അല്ലാതെ ഗവർണർക്ക് തന്നെ VC നിയമനം നടത്താനുള്ള അധികാരം നൽകുകയാണ് വേണ്ടത് എന്ന കാര്യമാണ് ഗവർണർ ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും സുപ്രീം കോടതി ഈ തീരുമാനം കൈക്കൊള്ളാൻ വ്യാഴാഴ്ചയാണ് ജസ്റ്റിസ് ദൂലിയോട് പുതിയ ലിസ്റ്റ് കൈമാറാൻ ആവശ്യപ്പെട്ടുള്ളത്. അതിനുശേഷം വെള്ളിയാഴ്ച തീരുമാനമെടുക്കുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഗവർണർ തന്നെ സുപ്രീം കോടതിക്കെതിരെ രംഗത്തെത്തുന്നത്. സാധാരണഗതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനം ഉണ്ടെങ്കിൽ അത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഗവർണർ എന്ന പദവിയിലിരിക്കുന്നയാൾ ചെയ്യേണ്ടത്. പക്ഷേ പരസ്യമായ വിമർശനമാണ് നിലവിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഉന്നയിച്ചിരിക്കുന്നത്. പരസ്യമായ വിമർശനം ഗവർണർ ഉന്നയിക്കുമ്പോൾ പോലും UGC ചട്ടവും കണ്ണൂർ VC കേസിലെ കോടതി വിധിയും ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് എന്നും ഗവർണർ പറയുന്നുണ്ടല്ലോ. കോടതി എന്താവണം എന്ന തലത്തിൽ, അതായത് കോടതിയെ പരസ്യമായി വിമർശിക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാനത്തിന്റെ ഒരു ഗവർണർ സ്വീകരിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ എന്താണ്? ഓരോ സർവകലാശാലകളിൽ ഓരോ ബയലുമാണ് നിലനിൽക്കുന്നത്. ആ വിഷയത്തിൽ ഇപ്പോഴും ഗവർണർ സർക്കാർ അധികാര തർക്കം ഉൾപ്പെടെയുള്ളവ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. കണ്ണൂർ സർവകലാശാലയിൽ പ്രത്യേകമായ വിഷയത്തിലാണ് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനമാണ്. കേരളത്തിലെ ഒരു സർവകലാശാല ഒഴിച്ച് മറ്റൊരു സർവകലാശാലയിലും നിലവിൽ സ്ഥിരം VC മാരില്ല എന്നുള്ളതാണ് എടുത്തു കാണേണ്ട ഒരു കാര്യം. അത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായ ഘട്ടത്തിൽ സർക്കാരുമായി ഒരു നേരിട്ട് ഏറ്റുമുട്ടലിലേക്ക് ഒക്കെ പോയ ഘട്ടത്തിലാണ് ഇങ്ങനെ നാഥനില്ലാ കളരിയായി സർവകലാശാലകൾ മാറുന്ന സാഹചര്യം ഉണ്ടായത്. പലതവണ സർക്കാർ തന്നെ നേരിട്ട് മുഖ്യമന്ത്രി നേരിട്ടൊക്കെ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുകയും രാജ്ഭവനിലെത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഒരു സമവായത്തിലുള്ള ശ്രമം എല്ലാ ഘട്ടത്തിലും സർക്കാർ നടത്തുമ്പോൾ പക്ഷേ അതിന് വഴങ്ങാത്ത തീരുമാനമാണ് ഗവർണർ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഏറ്റവും അവസാനമാണ് സുപ്രീം കോടതിയിൽ നിന്ന് വിമർശനം കേൾക്കുകയും ഒപ്പം തന്നെ സുപ്രീം കോടതി തന്നെ ഇക്കാര്യത്തിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അതിനെതിരെയാണ് ഇപ്പോൾ ഗവർണറുടെ വിമർശനം എന്നുള്ളതാണ്. ആ വിമർശനത്തിലാണ് തന്റെ അധികാരം കവർന്നെടുക്കുന്ന നടപടിയാണ്, അത് ശരിയായതല്ല എന്ന സുപ്രീം കോടതിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത്. ശരി, വിജിനാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.